ചാത്തന്നൂർ ലോർഡ് കൃഷ്ണ റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിലെ മനോരമ നല്ലപാഠം വിദ്യാർത്ഥികളും അധ്യാപകരും കല്ലുവാതുക്കൽ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രം സന്ദർശിച്ചു. ഇതിനോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം പ്രിൻസിപ്പൽ രജനി മാത്യു ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. ഇവിടെ വന്ന് കണ്ടപ്പോൾ ഞാനിങ്ങനെ കേൾക്കും, സമുദ്രതീരം എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്നിട്ട് നമ്മളൊരു ഹൃദയത്തിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പ് കിട്ടിയ ഒരു മനുഷ്യനാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്, ഉർവൽ സിംഗ് സാർ. നമ്മൾ ഒരുപാട് വേദികളിൽ കയറി നിന്ന് എന്തെങ്കിലുമൊക്കെ കണ്ടൊരു സാഹചര്യവശാൽ വളരെ വികാരഭരിതമായി സംസാരിക്കുന്ന ഒരു രീതിയിലല്ല ഞാനിവിടെ നിൽക്കുന്നത്. ഇത് ഞങ്ങളുടെ ജീവിതത്തിലെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ സഹപാഠികളുടെ ജീവിതത്തിലൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് ഒരു ഉൾവിളി തരുന്ന, മനുഷ്യൻ്റെ കണ്ണ് തുറപ്പിക്കുന്ന ഒരു സംരംഭമാണിത്. ഒരിക്കലും സ്വാർത്ഥതയ്ക്കും അഹങ്കാരത്തിനും ദുഷ്ടതയ്ക്കും മാത്രം മനുഷ്യനിന്ന് ജീവിക്കുമ്പോൾ പരിഗണിക്കപ്പെടാതെ പോയ ഒരു മനുഷ്യരെ തൻ്റെ നെഞ്ചോരോട് ചേർത്ത് വെച്ച് ദൈവത്തിൻ്റെ ഒരു പ്രതിപുരുഷനായിട്ട് ഈ ഫാമിലി ഇന്ന് ഈ കല്ലുവാതുക്കൽ ദേശത്ത് നിലനിൽക്കുന്നതിൽ ഞങ്ങൾ ഒത്തിരി അഭിമാനിക്കുന്നു. ഒരു നല്ല ക്ലാപ്പ് കൊടുക്കൂ എൻ്റെ മക്കൾ. എന്തിനാണ് നിങ്ങളെ ഞാനിവിടെ കൊണ്ടുവന്നത്? ഇന്ന് കുറച്ച് സാധനങ്ങൾ കൊടുത്ത് അങ്ങനെ പോകുന്നതല്ല. അതിലുപരി ഹൃദയങ്ങൾ തമ്മിൽ ഊഷ്മളമായ ഒരു ബന്ധം ഉണ്ടാകണം. നിങ്ങൾ പഠിക്കണം. പഠിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ നമുക്കൊരു മനുഷ്യന് ഏറ്റവും കൊടുക്കാൻ പറ്റുന്നത് എന്താണെന്നറിയാമോ? ഒരു മനുഷ്യ ജീവിതം എന്നുള്ള നിലയിൽ നമുക്ക് കുറേ സമ്പാദിക്കാനൊക്കെ പറ്റുമായിരിക്കും. പക്ഷേ പരിഗണിക്കുക, സ്നേഹിക്കുക, നമുക്കത് ദൈവം ഇഷ്ടം പോലെ മനസ്സ് തന്നിട്ടുണ്ടല്ലേ. ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് എൻ്റെ മക്കൾ പഠിക്കണം, ചെയ്യണം. നിങ്ങൾ ഭാവിയിൽ നല്ല മക്കളായി തീരുമ്പോൾ ഈ സാറിനെ പോലെ നമുക്ക് ആയിത്തീരണം. അതാണ് മാതൃക. അല്ലാതെ നമ്മൾ കുറേ ജീവിച്ചിട്ട് എന്താ അർത്ഥം? നമ്മുടെ ജീവിതത്തിന് അർത്ഥം വല്ലതും ഉണ്ടോ? അപ്പച്ചമാരും അമ്മച്ചിമാരും എല്ലാവരുമൊക്കെ ഒത്തിരി സംസാരിക്കുക, പാട്ട് പാടുന്നവരൊക്കെ ഉണ്ടെന്ന് കേട്ടു, നല്ല കഴിവുള്ളവരുണ്ട് ഇല്ലേ? ഒരു മനുഷ്യൻ്റെ മനസ്സ് എത്രത്തോളം ഏതെല്ലാം തരത്തിൽ നമുക്ക് വഴിപ്പെട്ടു പോകുന്നൊരു ലോകത്ത് എത്രത്തോളം ബാലൻസ് തെറ്റാതെ. ഇവിടുന്ന് ആർക്കും പോകണ്ടെന്നാണ് സാറ് പറഞ്ഞത്. ഇവിടെ വരുന്നവർക്കാർക്കും പോകണ്ട. സത്യം പറഞ്ഞാൽ എനിക്ക് കണ്ടപ്പോഴും എനിക്ക് ഒത്തിരി സന്തോഷം, ഭയങ്കര പോസിറ്റീവാണ്. എനിക്കെങ്ങനെ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഈ പ്രശാന്ത സുന്ദരമായ ഈ ദിവസത്തിൽ ഇവിടെ വരാൻ എനിക്ക് പറ്റിയില്ലെങ്കിൽ, എൻ്റെ ടീമിന് പറ്റിയെങ്കിൽ, എൻ്റെ കുട്ടികൾക്ക് പറ്റിയെങ്കിൽ തീർച്ചയായിട്ടും ദൈവം ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് മാത്രമാണ് കരുതുന്നത്. ഇനിയും വരണം. ഇനി ഫ്യൂച്ചറിലും ഞാൻ ആഗ്രഹിക്കുന്നു എന്തെങ്കിലും ഒരു മാർഗം നമുക്കിത് വരും ഇവിടെ കോപ്പറേറ്റ് ചെയ്ത് പ്രവർത്തിക്കണമെന്നുള്ളത് എൻ്റെ ഒരു ചെറിയൊരു ആഗ്രഹമാണ്. പ്രത്യേകിച്ച് എൻ്റെ ഒരു ഇളയ മകന് എൻ്റെ കുഞ്ഞുനാളിൽ ഇങ്ങനൊരു സ്വപ്നം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവന് അതിൻ്റെ ഒരു പാതയിലാണ്, പുറത്താണ്. അപ്പോൾ അവന് എപ്പോഴും പറയും ഇങ്ങനെ, കുഞ്ഞുനാളിൽ എപ്പോഴും ഈ ഒരു ഡ്രീം ഇവനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എന്നോട് പറയുന്ന, അമ്മ നമുക്ക് തുടങ്ങണം, അടുത്ത വർഷമെങ്കിലും ചെയ്യണം. കാരണം സാറിൻ്റെ കുറച്ച് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു അല്ലേ, അനുഭവങ്ങളാണ്. പരിഗണിക്കപ്പെടാത്തതിൻ്റെ വേദന എനിക്കറിയാം, വിശപ്പിൻ്റെ വേദന അറിയാം, ഒറ്റപ്പെടലിൻ്റെ വേദന എനിക്കറിയാം, അവഗണനയുടെ വേദന എനിക്കറിയാം. ഇതെല്ലാം കടന്നു വന്ന ഒരാളാണ് ഞാൻ. അത് ദൈവം നമുക്ക് തന്നതൊക്കെ വലിയ നന്മകളാണ്, നിധികളായിട്ടേ ഞാൻ അനുഭവങ്ങളെ കാണുന്നു. എങ്കിലും നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പറ്റൂ, സ്നേഹിക്കാൻ പറ്റൂ. എൻ്റെ മക്കൾ ഇവിടെ വന്നു, ഈ നിങ്ങളോടൊപ്പം എനിക്കെങ്ങനെ പറയേണ്ടതെന്ന് ഒത്തിരി സന്തോഷമുണ്ട്. ദൈവം ഒരുപാട് അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ ഇനിയും വരും, ഫാമിലിയായിട്ടൊക്കെ ഞങ്ങൾക്ക് വിസിറ്റ് ചെയ്യണമെന്നുണ്ട്. ഞങ്ങളുടെ മക്കളുമായിട്ടൊക്കെ വരും. ഞങ്ങളാലാവുന്ന തരത്തിലുള്ള അസിസ്റ്റൻസ് ചെയ്യും. ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ചിരകാലമായിട്ട് ഉയർന്ന് തന്നെ പോകട്ടെ. ഒരുപാട് പേരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സാമ്പത്തികം
എല്ലാ കാര്യങ്ങളും ദൈവം വഴി തുറന്നു കൊടുക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ലോർഡ് കൃഷ്ണ ഫാമിലിയുടെ മാനേജ്മെൻറ്റിൻ്റെ പേരിലും എൻ്റെ സ്റ്റാഫിൻ്റെ പേരിലും ഉള്ള എല്ലാവിധമായ നന്ദിയും അർപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ എളിയ സംസാരത്തെ ഞാൻ വിരമിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സർ. സമുദ്രതീരം ചെയർമാൻ റുവൽ സിംഗ് എം ചടങ്ങിൽ സ്വാഗതം ചെയ്ത് സംസാരിച്ചു. വൈസ് പ്രിൻസിപ്പാൾ ശ്യാമ PS, അധ്യാപകരായ സജിനി A, ബിന്ദു S തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് നമ്മൾ സമുദ്രതീരത്തോട്ട് വരുന്നൊരു തീരുമാനം എടുത്തത്. പക്ഷേ അത് ഒരു നിയോഗമായിട്ട് കരുതാനാണ് എനിക്കിഷ്ടം. എല്ലാവരെയും കണ്ടു വളരെ സന്തോഷിക്കുന്ന, ഒരുമയോടെ ജീവിക്കുന്ന നമ്മളെ ഞങ്ങൾക്ക് കൂടെ അതിൽ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ കൂടെ കൂടാൻ ആഗ്രഹം തോന്നുന്നു. ഇങ്ങനെ ഒരു സ്ഥാപനം നടത്താൻ ഈ സാറിനും സാറിൻ്റെ വൈഫിനും തോന്നിയ ആ മനസ്സ് വളരെ, നമുക്ക് അതിന് പരിമിതികളില്ല എങ്ങനെയാണത് പറയേണ്ടതെന്ന്. വളരെ മനോഹരമായിട്ടുള്ളൊരു സമുദ്രതീരത്ത് തന്നെയാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. കവിതകളും പാട്ടും ചിരിയും നൃത്തവുമായിട്ട് വളരെ സന്തോഷകരമായിട്ട് നമുക്ക് ഈ സമുദ്രതീരത്ത് ഇന്ന് കൂടാം. നിങ്ങളെ എല്ലാവരെയും കാണാൻ പറ്റിയതിൽ അതിയായ സന്തോഷമുണ്ട്. അതിന് മനോരമ നല്ല പാഠം എന്നുള്ള ഗ്രൂപ്പുമായിട്ടാണ് ഞങ്ങൾ വന്നത്. അതായത് നല്ല പാഠം മലയാള മനോരമയുടെ ഒരു സഹായഹസ്തവുമായിട്ടാണ് നിങ്ങളെ എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നത്. അതിന് വളരെ നന്ദിയുണ്ട്. ഇപ്പോൾ ഈ ടീച്ചറും എല്ലാം പറഞ്ഞതുപോലെ ബന്ധുവാര് ശത്രുവാര് എന്നറിയാൻ വയ്യാത്ത ഒരു കാലത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പോഴേ ഇങ്ങനെ ഒരു സംരംഭത്തിന് സാക്ഷിയാകാൻ എൻ്റെ ലോർഡ് കൃഷ്ണ സ്കൂളിലെ കുട്ടികളുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. നന്ദി, നമസ്കാരം. അധ്യാപകരുടെ നേതൃത്വത്തിൽ മനോരമ നല്ലപാഠം അംഗങ്ങളായ വിദ്യാർത്ഥികൾ അച്ഛനമ്മമാർക്കായി കൊണ്ടുവന്ന ഭക്ഷ്യവസ്തുക്കളും നിത്യോപയോഗ സാധനങ്ങളും അച്ഛനമ്മമാർക്ക് കൈമാറി. തുടർന്ന് വിദ്യാർത്ഥികൾ അച്ഛനമ്മമാരോടൊപ്പം വിശേഷങ്ങൾ പങ്കിടുകയും വേദിയിൽ വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്തു. ലോകനാഥനീശരൂപം അർദ്ധരൂപശക്തിദേവിനെയും ആത്മരൂപമാർന്നൊരീശനെങ്കി വാമഭാഗപ്രകൃതി തകതിമിധോം തതത്തോം തകതിമിധോം തതത്തോം തകതിമിധോം തതത്തോം. ഇന്ദ്രനീല ശിവശൈല കലയാർന്നു ചന്ദ്രകാന്തമതിഗന്ധമോടെയുമപതിയിലലിയുന്ന പുണ്യരൂപമീ അത്ഭുത അർദ്ധനാരീശ്വരൻ. യുഗയുഗാന്തരങ്ങൾ പൂജിപ്പതി തത്വം പ്രകൃതി ശിവനോടു ചേർന്ന വൈഭവം. എന്തത്ഭുതം നീ ശിവശക്തി ജാലം അർദ്ധനാരീശ്വരം. തപസ്സിനാൻ നേടിയവളന്നു അദ്വൈതമാർന്നരാ വാമഭാഗം. മിഴികൾ കഞ്ചാലങ്ങളെ അദ്ഭുതമാക്കിയൊരാ വാമഭാഗ ദിവ്യരൂപമാം ഇന്ദ്രജാലം. കനകസഭാമണ്ഡലയാടിവരും സുന്ദര മത്സരാനന്ദ നഗനം.
ഹേ അർദ്ധനാരീശ്വര, ലോകം 100 ജന്മം ശ്രേഷ്ഠമെന്ന് പാടി പുകഴ്ത്തി എങ്കിൽ 100 വംശത്തിൽ ഭൂമിയിൽ പിറന്ന ജന്മങ്ങളായി ശാപജന്മങ്ങളായി. കൈകൾ വളർന്നു അവനീശൻ പരമപൗരുഷമാർന്നോരുടലിൽ നിന്നുണർന്നു ലാസ്യമനോഹര സ്ത്രീത്വഭാവം. ഇതു കണ്ടു കലി കൊണ്ട മാനവ കുലമോ ശാപജന്മം എന്നവനെ മുദ്ര കുത്തുന്നു. മാതൃവിലോലൊരു നാദസമുണർത്തി അവൾ പോറ്റി ഉണർത്തിയ പൈതലിനെ സ്ത്രീ പുരുഷ ജന്മങ്ങൾ തുണലില്ല കുഞ്ഞിന് ദൈവമായി മാറിയെന്നോരർദ്ധനാരി. സമന്വയ മാമിനെ പൂജിച്ച് വംശത്തെ ശാപമാക്കി തീർത്ഥമത്യ വഴിക്കുത്തഴിക്കുന്ന പദമാന്യ ജന്മമേ എന്നെ പഴിക്കാൻ നിനക്കെന്ത് യോഗ്യത? നിന്റെ ജന്മം തോറും എന്ത് ഭിക്ഷ? അർദ്ധനാരീശ്വര ജന്മമായി ഭൂമിയിൽ ഇറവികൊണ്ടിരുന്നൊരീ ജന്മവംശത്തെ വിജടയും ഗോപിയും മാറി വിളിച്ചു മാറൂപ്പിലപ്പുറതെങ്കിലും വളർന്നതും അർദ്ധനാരീശ്വരന് കണ്ടപമാനത്തിൽ രക്തബന്ധം മറം നാട്ടിയകറ്റുന്ന നാട്യങ്ങളികളാം മാതൃപിതൃത്വം. ഒരു നേരമന്നത്തിന ഭയത്തിനും വേണ്ടി ഇന്നും ഗതി തേടി അലയുന്ന ജന്മങ്ങളായിരം മോഹങ്ങളുള്ളിൽ ഒതുക്കിയ അർദ്ധരാത്രികളിലെ അർദ്ധനാരീശ്വരൻ ഈ ജന്മം നീ നൽകും വരദാനമോ? ഈശ ഈ ജന്മം നീ നൽകും ദുർവിധിയോ? വരദാന ജന്മത്തെ അപരാധമാക്കിയ ജന്മയുഗങ്ങളെ നിന്റെ അഹമെന്ന ഭാവം വെടിയാതെ ദൈവം അതെങ്ങനെ നിങ്ങൾ അനുഗ്രഹിക്കും? ആപത്തിൽ നിന്നക്ഷ ആരായി എത്തുന്നു അവൻ തന്നെയാകുന്നു ദൈവ സൃഷ്ടി. ജാതിഭേദം ഇല്ല, ലിംഗഭേദം ഇല്ല, പ്രകൃതി ശിവനോട് ചേർത്തുണരുന്ന തത്വം. അർദ്ധനാരീശ്വര, അർദ്ധനാരീശ്വര, അർദ്ധനാരീശ്വര. ശാപജന്മമായി ജനിക്കുവതില്ലതാരും, സർവം തികഞ്ഞായി മരിക്കുവതില്ലതാരും. അതറിയുന്ന വേളയിൽ നിന്നിൽ വിളങ്ങിടും അർദ്ധനാരീശ്വരൻ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ
ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ, ഞങ്ങൾക്കനുഗ്രഹം ആകട്ടെ. നിത്യവിശുദ്ധയാം കന്യാമറിയമേ, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ നിങ്ങൾക്കനുഗ്രഹമാകട്ടെ, നിങ്ങൾക്കനുഗ്രഹമാകട്ടെ.